നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏതു പ്രവൃത്തിയുടെയും മംഗളാരംഭത്തിന് നാം പറയാറുള്ളത് ഗണപതിക്കു വയ്ക്കുക എന്നാണ്. ഗണപതിക്ക് കുറിക്കുക എന്നു പറയുന്നവരുമുണ്ട്. ഹിന്ദി ഭാഷയിലും ശ്രീ ഗണേശ എന്ന പദപ്രയോഗം ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹരിശ്രീ ഗണപതയേ നമ. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കാനെത്തുന്ന കുട്ടിയുടെ നാവിൻതുമ്പിൽ ഗുരുനാഥൻ പൊന്നുകൊണ്ട് എഴുതുന്നു. കൈവിരൽത്തുമ്പു പിടിച്ചു കിണ്ണത്തിൽ നിറച്ചുവച്ചിരിക്കുന്ന ഹരിയിൽ എഴുതിക്കുന്നു. അറിവിന്റെ ആദ്യാക്ഷരങ്ങളായ ഹരിശ്രീ കുറിക്കുന്ന കുട്ടി ശ്രീഗണപതി ഭഗവാനെ നമിച്ചിട്ടാണ് പഠിപ്പു തുടങ്ങുന്നത്. ജാതി, മതവർഗ, വർണ്ണവിവേചനങ്ങളില്ലാതെ ഭാരതഭൂവിലുടനീളം എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന പ്രഥമാരാധ്യദേവനാണ് ശ്രീഗണപതി ഭഗവാൻ. ഭാഷയുടെ ഇടുങ്ങിയ വേലിക്കെട്ടുകൾക്കപ്പുറം സകല ഭാരതീയരെയും ഒന്നിപ്പിക്കുന്ന ഒരു ആശയസമന്വയം ശ്രീഗണേശ്വരാരാധനയിലൂടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഏതു പ്രവൃത്തിയും മംഗളകരമായി പര്യവസാനിപ്പിക്കുവാൻ ഗണേശ്വരാരാധന ആദ്യം നടത്തുന്നു. ഗണപതി ഭഗവാന്റെ മാതാവെന്നു പറയപ്പെടുന്ന ശ്രീപാർവതി ദേവിയുടെ വിവാഹവേളയിൽ പോലും ദേവി സ്വന്തം മാനസപുത്രനായ ഗണേശ്വരനെ ആരാധിച്ചതായി പുരാണങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടു കാണുന്നുണ്ട്. വിഘ്നങ്ങളെല്ലാം അകറ്റുന്നതിന് ഗണേശ്വരാരാധന അനിവാര്യമാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗണേശമന്ത്രങ്ങൾ ഏവരുടെയും വിഘ്നങ്ങൾ നിവാരണം ചെയ്ത അരുളും പൊരുളും പ്രദാനം ചെയ്തു സകലരെയും അനുഗ്രഹിച്ചരുളി ചെയ്യുമാറാകട്ടെ. ഇനി ഗണേശമന്ത്രങ്ങളെ പരിചയപ്പെടാം. ഒന്നാമത്തെ മന്ത്രം ഗണേശ ഗായത്രി മന്ത്രം. മന്ത്രം ഇതാണ്: ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. അതിരാവിലെ പ്രാഥമിക കർമ്മങ്ങൾക്കു ശേഷം കുളി കഴിഞ്ഞു ശുഭ്രവസ്ത്രം ധരിച്ച് ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിനു മുന്നിലോ ചിത്രത്തിനു മുന്നിലോ വിളക്കു കൊളുത്തി ചന്ദനത്തിരി പുകച്ച് ചമ്രം പടഞ്ഞിരുന്ന് ഈ ഗണേശ്വര ഗായത്രി മന്ത്രം ഏകാഗ്രതയോടെ 28 പ്രാവശ്യത്തിൽ കുറയാതെ ദിവസേന ജപിക്കുക. അതിനുശേഷം അവരവരുടെ പ്രവൃത്തികളിൽ വ്യരതരാകുക. തൊഴിൽപരമായ പരാജയമോ മാന്ദ്യമോ ഉണ്ടാവുകയില്ല. ഉദ്യോഗസ്ഥരെങ്കിൽ പ്രവർത്തനക്ഷമതയും സത്പേരും ക്രമേണ വർദ്ധിക്കും. വിദ്യാർത്ഥിയെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും നല്ല ശീലങ്ങൾ പാലിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സ്ത്രീകളെങ്കിൽ ഐശ്വര്യവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഫലം. രണ്ടാമത്തെ മന്ത്രം ഗണപത്യമന്ത്രം. ഓം നമോ ഗണപതയേ ജ്ഞാനദായിനേ ജ്ഞാനാത്മനേ ആത്മജ്ഞാനപ്രദായിനേ സർവശാസ്ത്രജ്ഞാന സമൃദ്ധിം മേ ദേഹി ദേഹി അയം ക്ലീം സൗ വിദ്യാദായിനേ ക്ലീം സരസ്വത്യേ മോഹനരൂപിണയ നമ. ഇത് മാനസിക പിരിമുറുക്കം അകറ്റുന്നതിനുള്ള ദിവ്യമന്ത്രമാണ്. നിത്യേന രാവിലെയും വൈകുന്നേരവും 36 തവണ വീതം ഏകാഗ്രതയോടെ ജപിക്കുക. തുടർച്ചയായി 5 മാസക്കാലം ജപിച്ചു പൂർത്തിയാക്കിയാൽ മനോദുഃഖം, നിരാശ, പരാജയഭീതി തുടങ്ങിയ മനോവ്യതകൾ അകലുന്നതാണ്. മൂന്നാമത്തെ മന്ത്രം വീരഗണപതി മന്ത്രം. മന്ത്രം ഇതാണ്: സമസ്തലോക ശങ്കരം നിരസ്ത ദൈത്യകുഞ്ചരം ധരേതരോദരം വരം വരേഭ വക്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഈ വീരഗണപതി മന്ത്രം ശത്രുദോഷങ്ങളകറ്റുന്നതിന് വളരെ ഫലപ്രദമാണ്. നിത്യേന അതിരാവിലെയും സന്ധ്യാവേളയിലും ഗണപതി വിഗ്രഹത്തിനു മുന്നിലോ ചിത്രത്തിനു മുന്നിലോ വിളക്കു തെളിച്ച് സാമ്പ്രാണി മുതലായവ പുകച്ചു ഭക്ത്യാദരങ്ങളോടെ ശത്രുനാശം വരുത്തേണമേ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം 21 തവണ വീതം തുടർച്ചയായി 90 ദിവസം ജപിക്കുക. കാലക്രമേണ ശത്രുക്കൾ ക്ഷയിക്കുകയും താമസംവിനാ മിത്രങ്ങളായിത്തീരുകയും ചെയ്യും. മുടങ്ങിക്കിടക്കുന്ന പ്രമോഷൻ തുടങ്ങിയവ നടപ്പിലാകും. ശത്രുദോഷത്താൽ വന്നു ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളെല്ലാം വിട്ടുമാറി എല്ലാ നന്മകളും കൈവരും. നാലാമത്തെ മന്ത്രം ഋൺമോചന ഗണപതി മന്ത്രം. മന്ത്രം ഇതാണ്: ദാരിദ്ര്യദുഃഖത്തിന് അറുതി വരുത്തുന്നവനും അനാദിയായ വേദവാക്യങ്ങൾക്കു വിഷയമായവനും ശ്രീമഹാദേവന്റെ പ്രഥമപുത്രനും അസുരന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിച്ചവനും പ്രപഞ്ചത്തെ ആകമാനം നശിപ്പിക്കുവാൻ കഴിയും വിധത്തിൽ അത്യുഗ്രശക്തികളോടു കൂടിയവനും ധനഞ്ജയൻ മുതലായ അത്യുജ്വല പ്രാണശക്തികളാൽ ഭൂഷിതനും കവിൾത്തടങ്ങളിലൂടെ മദജലമാകുന്ന പ്രചണ്ഡശക്തി
പ്രസരിക്കുന്നവനുമായ ശ്രീഗജമുഖ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ സാരം. ഈ പ്രാർത്ഥനാമന്ത്രം ഭഗവാന്റെ സവിധത്തിലിരുന്നു ഭക്ത്യാദര പുരസ്സരം ദിവസേന 2 നേരങ്ങളിലും കുറഞ്ഞത് 28 തവണ വീതമെങ്കിലും തുടർച്ചയായി 90 ദിവസം ചൊല്ലിയാൽ വന്നുഭവിച്ചിരിക്കുന്ന കടബാധ്യതകളെല്ലാം തീരുകയും വീട്ടിൽ സുഭിക്ഷ കളിയാടുകയും ചെയ്യും. കിട്ടാക്കടങ്ങൾ താമസം വിനാ തിരിച്ചു കിട്ടുന്നതിനും ഈ മന്ത്രോപാസന ഫലപ്രദമാണ്. 5ാമത്തെ മന്ത്രം ഉച്ഛിഷ്ട ഗണപതി മന്ത്രം. മന്ത്രം ഇതാണ്. ഈ ഗണേശ മന്ത്രം നിത്യേന ഉരുവിടുന്നത് വ്യാപാരാഭിവൃദ്ധിക്കും മറ്റും വളരെ ഫലപ്രദമാണ്. സ്ഥാപനം തുറന്നു ഭഗവാന്റെ മുന്നിൽ ദീപം തെളിച്ച് ചന്ദനത്തിരി കത്തിച്ച് ചിത്രത്തിൽ എരിക്കിൻ പൂമാലയോ കറുക്കമാലയോ ചാർത്തി കൈകൂപ്പി നിന്ന് ഈ മന്ത്രം 18 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. പിന്നീട് വ്യാപാരം ആരംഭിക്കുക. എങ്കിൽ വ്യാപാരത്തിൽ നഷ്ടമോ മാന്ദ്യമോ ഉണ്ടാകുകയില്ല. ശത്രുപീഡകളും ഉണ്ടാവില്ല. 6ാമത്തെ മന്ത്രം ക്ഷിപ്രഗണപതി മന്ത്രം. മന്ത്രം ഇതാണ്. ദിവസേന ഈ ക്ഷിപ്രഗണപതി മന്ത്രം ഭഗവത് സന്നിധിയിലിരുന്ന് 36 തവണയിൽ കുറയാതെ ഏകാഗ്രതയോടെ ജപിക്കുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്യും. നമ്മെ ബാധിച്ചിരിക്കുന്ന ഗ്രഹപ്പിഴകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. 7ാമത്തെ മന്ത്രം ജഗന്മോഹന ഗണേശ മന്ത്രം. മന്ത്രം ഇതാണ്. കുളിച്ചു കുറിതൊട്ട് ഭഗവത് സന്നിധിയിൽ വിളക്കു തെളിച്ച് സാമ്പ്രാണി പുകച്ച് ചിത്രത്തിൽ എരിക്കിൻ പൂമാലയോ കറുക്കമാലയോ ചാർത്തി ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനമന്ത്രം ചൊല്ലി ഉപാസനമന്ത്രം ഉരുവിട്ട് വെള്ളമന്ദാര പൂക്കളാൽ മുടക്കം വരാതെ 90 ദിവസം ജഗന്മോഹന ഗണപതിയെ ഏകാഗ്രതയോടെ പൂജിക്കുക. സകല സങ്കടങ്ങളും നിവാരണം ചെയ്തൗതരുന്ന വാരണമുഖത്തോൻ അഷ്ടവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. 8ാമത്തെ മന്ത്രം വശ്യഗണപതി മന്ത്രം. മന്ത്രം ഇതാണ്. ഈ വശ്യഗണപതി ധ്യാനമന്ത്രവും ഉപാസനമന്ത്രവും നിത്യേന 108 ഒരു വീതം ജപിച്ച് 1,00,000 പൂർത്തിയാക്കിയാൽ സിദ്ധി വരും. പിന്നീട് അർഹപ്പെട്ട ഏതൊരു കാര്യവും സാധിപ്പിച്ചെടുക്കാവുന്നതാണ്. പ്രധാനമായും വശ്യസംബന്ധമായ ന്യായമായ കാര്യങ്ങൾ. അർഹപ്പെടാത്തത് ആഗ്രഹിച്ചാൽ വിപരീത ഫലവുമുണ്ടായേക്കാം. സ്ത്രീ പുരുഷ ഭേദമന്യേ സകലർക്കും ഉപാസന മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഏകാഗ്രതയും അത്യന്താപേക്ഷിതമാണ്.